പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നേക്കുവാണ്. വേറൊരു സംഭവമുണ്ട്, എൻ്റെ മറ്റേ വേൾഡ് അറിയാതെ ഒന്ന് പോയി ഗൈസ്. ഞാൻ ഗെയിംസൊക്കെ ഒന്ന് കുറച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് വന്നപ്പം അറിയാതെ മൈൻക്രാഫ്റ്റും കൂടി അങ്ങ് ഡിലീറ്റ് ചെയ്തു. അത് കൂടാതെ നമ്മുടെ ഇതും പോയി, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. അതുകൂടാതെ എൻ്റെ വാട്സപ്പ് കൂടി ഡിലീറ്റ് ആയി പോയി. അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ആൻഡ് ഇനി നമുക്ക് വേറെ ഇത് ഞാൻ പുതിയ സ്കിൻ എടുത്തതാണ്. എന്താണെങ്കിലും അതിനെ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ സീഡൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ചുമ്മാ ഒന്ന് റാൻഡം വേൾഡിൽ കയറി ഇനി ഇതിലായിരിക്കും നമ്മുടെ സാമ്രാജ്യം നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. ആൻഡ് ഞാൻ ജനിച്ചതൊരു ജംഗിളിൻ്റെ അടുത്താലേ കുഴപ്പമില്ല. ആയി ഇത് മറ്റേ പട്ടിയല്ലേ? എന്ത് പട്ടിയാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഫുഡ് കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും ഇതും കൂടി എടുത്തേക്കാം. നമ്മൾ സുരീനെ പോലെ മൈൻക്രാഫ്റ്റിൽ ആദ്യമായി എടുത്ത ബ്ലോക്ക് മാറ്റി വെക്കണമെന്ന് ചോദിച്ചാൽ വേണോ? വേണ്ട, എനിക്ക് വയ്യ. ഓക്കെ, അതും കൂടി മതി. എനിക്കെന്താ അഡ്വാൻസ്മെൻ്റ് കേട്ടിട്ടുണ്ട്. നമുക്കിനി വീട് എവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ വെള്ളത്തിൻ്റെ സൈഡിലാവുമ്പില്ലേ നമുക്ക് വെള്ളവും കിട്ടും കരയും ആവും. അത് മതിയില്ലേ? വെള്ളത്തിന് ആവശ്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഇത് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ്. ഞാൻ പോക്കറ്റല്ലേ ഇത്, ഞാൻ വിചാരിച്ചു എന്താ വ്യത്യാസം. നമുക്ക് പോക്കറ്റ് ക്ലാസിക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ആൻഡ് ഈ ഷെയ്ഡർ നമ്മുടെ ന്യൂബ് ഡിസോൾവ് പോകുന്നു. നമുക്ക് ഇപ്പോൾ കാണും. ന്യൂബ് കംപ്ലീറ്റ് എന്തോ ആണ് ഇത്. എനിക്ക് അറിഞ്ഞൂടെ കൃത്യമായിട്ട്. ഞാൻ പിന്നെ ഇട്ടയാണ്. നല്ല ഷെയ്ഡറാണ് ഗൈസ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വീടൊക്കെ വെക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വീട് വെക്കണമെന്ന് എനിക്കൊരു ഇതുണ്ട്. വെക്കണമെങ്കിൽ വെക്കാം, വലിയതൊന്നുമില്ല, അത് വെക്കാം. ആ വില്ലേജ് എന്നുള്ള ഫീൽഡിൽ തന്നെ കയറിയാൽ മതി. അതായത് വില്ലേജും ഉണ്ട്, എല്ലാം ഉണ്ട്, ബെഡും ഉണ്ട്, ഫുഡും ഉണ്ട്. ഇത് ചെയ്യും വേണ്ട. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇനി നമ്മുടെ വീട് സെറ്റ് ചെയ്യുക. ബാറ്ററിയുടെ ഏരിയല്ലേ? ഞാനും വിചാരിച്ചു എന്തായാലും വ്യത്യാസം നമുക്കില്ലായിരുന്നു. ഇനി ഇവിടുത്തെ ഈ ഒരു ഡർട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ നമ്മുടെ ചെളിയെല്ലാം ക്ലിയർ ചെയ്തെടുത്തിട്ടില്ല. നമുക്ക് എന്താ ഈ ഒരു ലെയർ കൂടി കഴിഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അതും കൂടി അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട് വെക്കുക. ഇവിടെ ഒരു ഫാം, പിന്നെ അങ്ങോട്ട് എൻ്റെ ഐലൻഡിൽ കുറേ ബിൽഡിങ്, പിന്നെ അവിടെ അങ്ങനെ നമുക്ക് കുറച്ച് പണി ചെയ്ത് വരാം. ഓക്കെ, അതിന് സൈഡിൽ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈഗർ എന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ടൈഗറാണോ? ഇതിൻ്റെ പേരെന്തുവായിരുന്നു? ഞാൻ മറന്നുപോയി. എനിക്ക് അത്രയ്ക്ക് വയ്യാട്ടോ, അതുകൊണ്ട് ഐഡിയല്ല. ഇനി ഇതായിരിക്കും ഗൈസ് ഈ ഡിസംബറിലത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറയുന്നത്. ഡിസംബർ 21 വരെയുള്ള വീഡിയോ ഇതായിരിക്കും. ബാക്കി 21 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ വീടിനുള്ള പണി തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതുണ്ടാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് അത് ഡീറ്റെയിൽ ഉണ്ടോ? തിളക്കമൊക്കെ ഇരുമ്പിന് തിളക്കമൊക്കെ നല്ല ഡീറ്റെയിൽ ഉണ്ട്. ആൻഡ് ഇത് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കുന്നു, ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നു, ആക്സ് ഉണ്ടാക്കുന്നില്ല, വെറുതെ ആവശ്യം. അങ്ങനെ മൈനിങ് ഏരിയ ഞാനിവിടെ സെറ്റ് ചെയ്തു. മൈനിങ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടിലേക്ക് വെള്ളത്തിലേക്ക് പോകും. ഓക്കെ, അത് ഇങ്ങനെ ഒരു യൂസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാതെ. അമറാന്തസിൻ്റെ കൈ പോലെ, അമറാന്തസ് ഷാഡില്ലേ അതുപോലെ ഉണ്ട് കൈ വേണം. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ നിന്ന് എടുക്കുക.
എടുക്കുക. അത് മണ്ണാണ്. ഇത് സ്റ്റോണാണ്. നമുക്ക് ഈ ഒരു ആംഗിളിലേക്ക് ഇല്ലെങ്കിൽ പിന്നെ നിറച്ച് ഇരുട്ടാവും. അതാണ് സത്യം ശിവം സുന്ദരം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്റ്റോണെല്ലാം ഒന്ന് കളക്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇത്ര മതി. ഓക്കെ, നമ്മുടെ ആക്ഷൻ പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ളത് നമ്മുടെ ഫർണർ ഉണ്ടാക്കാനുള്ളത് സ്റ്റിക്കില്ല. ഓക്കെ, ഈ ഫർണസ് ഉണ്ടാക്കാൻ നമുക്ക് 3 എണ്ണം കൂടി വേണം. അതുകൊണ്ട് നമുക്ക് 3 എണ്ണം കൂടി എടുക്കാം. ഓക്കെ, സെറ്റ്. നമ്മൾ നേരെ മേലോട്ട് പോകുന്നു, ഫർണസ് ഉണ്ടാക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കും. ഓക്കെ, ഫർണസും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഒരു ബെഡാണ്. ബെഡിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത്. ഇവിടെ ഒരു ആട്ടുംകുട്ടി പോലും. അതാണോ? അല്ല, അത് പോവാണ്. ഓക്കെ, ഒരു ഷെയ്ഡിൻ്റെ ആണെന്ന് തോന്നുന്നു. കോഴിക്ക് വേറെ എന്തോ കളറ്. സുന്ദര പൊരിച്ച കോഴിയോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീടിൻ്റെ പിടിച്ചുള്ള ഇങ്ങനെ കേൾക്കണം. അയ്യോ വെള്ളത്തിൽ നിന്നല്ലേ. അയ്യോ അല്ലല്ല, വെറുതെ അടിക്കാൻ പോകണ്ടായിരുന്നു. മര്യാദയ്ക്ക് നിന്നവനെ ശല്യപ്പെടുത്തി. നമുക്കിനി ഈ മരം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ചറോറാൻ അയ്യോ, നമുക്ക് ഈ മരം അല്ല വേണ്ടേ. വെറുതെ ആക്സിഡൻറ്റ്. അതൊന്ന് വെള്ളത്തിനുള്ളിൽ നീ മേലേക്ക് നോക്ക്. സൂര്യപ്രകാശം. വൈകുന്നേരമായി. അയ്യോ, നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ വീട് ഫുഡായി. ഇതാണ് ജനലിന് വന്നാലുള്ളൊരു ഉപകാരം. ഫുഡ് കിട്ടും പെട്ടെന്ന്. ഇതാണോ മറ്റേ? അത് നമ്മുടെ ഗിയർ ഗ്രാഡേഴ്സിൻ്റെ പാട്ടാണ്. ഓക്കെ, നമ്മുടെ മരം എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ജോലി എല്ലാം കമോൺ ആവും. പണി പാടും. അതിന് മുന്നേ നമ്മുടെ എൻ്റെ മോനെ ടോർച്ചിനെക്കാളും വിളിച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അറിയാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സെറ്റപ്പ് അങ്ങ് ഉണ്ടാക്കിയാലും പെട്ടെന്ന് നമുക്കിപ്പോൾ തൽക്കാലത്തേക്കൊരു സെറ്റപ്പ് അങ്ങ് ഉണ്ടാക്കാം. മച്ചി പണി തുടങ്ങിയാൽ തുടങ്ങി. എൻ്റെ ഇച്ചിരിയെങ്കിലും സേഫായിട്ടുണ്ട്. ഒരാട് പോലും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സേഫാണ്. അത് കൊള്ളാം. സീന് പോസല്ലേ. ഓക്കെ, ഇവിടെ ഇരുന്ന് നമ്മൾ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. കുറേ നേരം ഞാൻ ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ എങ്ങാണ്ടാണ് ഇരുന്നത് നേരം വെളുക്കാൻ. അത്ര നേരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. മൈൻക്രാഫ്റ്റിൽ നേരം വെളുക്കാനായിട്ട് 1/2 മണിക്കൂറൊക്കെ വേണമല്ലേ? എൻ്റെ മോനെ, എന്തായാലും റിയൽ പോലെ ആവേണ്ടിരുന്നത് ഭാഗ്യം. ആട് ഒന്ന്, പിന്നെ 2 എണ്ണം. യെസ്, ദിസ് ഈസ് മൈ ദിവസം. അത് പോട്ടെ, നമുക്ക് താഴ്ച എടുക്കാമല്ലോ. പോട്ടെ.
പോട്ടെ. ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇങ്ങനെ ഓക്കെ. ആൻഡ് നമ്മൾ നേരെ താഴേക്ക് പോവാണ്. എത്ര നാളെയാടാ എന്നെ കണ്ടിട്ട്. ക്രീപ്പറൊക്കെ ഇട്ട്. അയ്യോ ഒരു ഹങ്കറുണ്ട് കേട്ടോ. നല്ല ഹങ്കറുണ്ട്. എന്തൊരു സ്നേക്ക് ചെയ്യുന്നത്. വേറെ ഇല്ല. ഓക്കെ, നമ്മുടെ ആട്ടിൻകുട്ടികളുണ്ട് അവിടെ. വെച്ചിട്ടൊരു പണി ചെയ്യാൻ വേണം. നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അയ്യോ ഗൈസ്, അത് മൈൻഡ് ചെയ്യട്ടെ. അതെന്തോ ലിങ്ക് തന്നെയാണ് പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു മറ്റേ ഗുഡ്. ഓക്കെ ഗൈസ്, ആൻഡ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വീട് സെറ്റ് ചെയ്യുക. നമ്മുടെ അവിടെ ആടുണ്ടായിരുന്നല്ലോ. നമ്മൾ ആടിനെ കണ്ടില്ലായിരുന്നോ? അതിനെ പോയി റാഞ്ചിയിട്ട് വരാം. ആടവിടെ. ഇനി അങ്ങനെ ഡിസപ്പിയർ ആയത് പറഞ്ഞ എങ്ങനെ എടാ അത് പോയാ. ഓക്കെ, എൻ്റെ ഹങ്കർ. അത് പോയി. ഇല്ല ഇങ്ങനെ. അയ്യോ സോറി. എടാ അറിയാത്ത അത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒന്നും വിചാരിക്കില്ലേ. അയ്യോ എന്നെ അതാണ് ഇപ്പം അറ്റാക്ക് ചെയ്ത്. എല്ലായിടത്തുനിന്നും അപമാനം നടന്നു എങ്ങനെ ഇരിക്കണോ? അതേ ആലോചിക്കുന്നേ. നമുക്ക് ആടുകളെ തപ്പാൻ പോയാലോ? നല്ല കാര്യമാണെന്ന് തോന്നുന്നു. കാടിനെ കിട്ടൂലോ, വൃത്തിയൊന്നും അല്ലല്ലോ അല്ലേ. ഇനി നമുക്ക് ഈ ചെസ്റ്റ് എടുത്തിട്ട് സെറ്റ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കായുള്ള സാധനങ്ങളെല്ലാം പോട്ടെ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫുഡ് കയ്യിലിരുന്നോട്ടെ. ഫുഡ് ആവശ്യമുണ്ട്. മരം വേണോ? ചുമ്മാ ഒരു 9 എണ്ണം കയ്യിൽ എമർജൻസിക്ക് കയ്യിൽ വെച്ചേക്കാം. ആട് യോ അത് കിട്ടൂല. അത് വെറുതെ നോക്കണ്ട. അത് കിട്ടൂല. ഹായ്ടാ, സുഖമല്ലേടാ? അത് ഗ്രേ ആവോ? അതിങ്ങനെ ഗ്രേ ആവുന്നു. വൈറ്റ്. എനിക്ക് വൈറ്റ് ഇതിൽ ഗ്രേ പോലെയാണ്. ഇത് ഗ്രേ അല്ലേ? എന്തോ ഒരു കളർ എന്താണെങ്കിലും. ഒരു ബെഡിനുള്ളതായിട്ടുണ്ട്. സെറ്റ്. ഇനി നമുക്ക് ഇതിനെയും കൂടി അങ്ങ് തീർക്കാം. പിന്നെ അവിടെ പറഞ്ഞുകൊണ്ട് വെറുതെ തീർത്തേക്കാം. രസമല്ലേ? എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആസ്വദിച്ചു. ഇനി നമുക്ക് ആ കോഴീനെ അങ്ങ് തീർക്കാം. നമുക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി പശുക്കുട്ടൻ. ഓക്കെ, ഇതിനൊക്കെ ഒന്നും കാര്യമില്ല. ഒന്നാലോ വേണ്ട അവിടെ. ഇനി ഈ ആടിനെയും കൂടി അങ്ങ് 2 ബെഡ് ഉണ്ടാക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയാ ആടുകൾ അല്ലേ? പിങ്ക് ആട് റയറാലേ. ഞാനത് 2-3 ദിവസത്തിന് മുന്നേ അറിഞ്ഞായിരുന്നു. നോക്കാം, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇനി വല്ല ആടുണ്ടോ? 5 എണ്ണമായിട്ടുണ്ട്. അടുത്ത ആട്ടും കിട്ടി. ഇനിയിപ്പോൾ ആട് മഴയായിരിക്കും. കാരണം നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയല്ലോ. മോശം അങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ. അയ്യോ അങ്ങനെയല്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് ആക്കിയപ്പോൾ ഇങ്ങനെ. എന്നാൽ പിന്നെ ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ബെഡ് സെറ്റ്. നമ്മുടെ ബെഡ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. യോ നമുക്ക് ആകെ മരം ഒരു നല്ല സാധനമാണ്. മരത്തിൻ്റെ മണ്ടയ്ക്ക് വെക്കണോ? വെറൈറ്റി ആയിട്ട് വെക്കണോ? അല്ലെങ്കിൽ നമുക്കൊരു പണിയില്ല. നമ്മുടെ ഇവിടെ പ്ലാങ്കില്ലേ,
പ്ലാങ്കല്ല, ഡയറക്റ്റ് വെച്ച് മേലേക്ക് പോവുക. ഇങ്ങനെ 2 ബ്ലോക്ക്. ഓക്കെ, നമുക്കിനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോണ്ടേ? തന്നെ. പ്ലൂട്ടോണിക്സ് ഫെൽ ഫ്രം ഹൈ പ്ലേസ്. നൈസ് പ്ലേസ്. നമുക്കൊരു യെല്ലോ ബെഡാക്കാം. മൈ ഫേവറേറ്റ് കളർ യെല്ലോ. പക്ഷെ ഇച്ചിരി കൂടി പോയിരുന്നെങ്കിൽ വെള്ളത്തിൽ ചാടായിരുന്നു. ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഓക്കെ, രാത്രി ആവാനായി. ആദ്യമായി ഒന്നും മറന്നിട്ടില്ലല്ലോ, ഒന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, നേരെ കിടക്കാം. ഐ തിങ്ക് ഇച്ചിരി കൂടി ഇതാവാനുണ്ടെന്ന് തോന്നുന്നു. കിടക്കാം. ഇച്ചിരി കൂടി തരാം. സ്റ്റാർ വന്നു. കിടക്കാം. ഷോക്കപ്പ്. ഇനി കിടക്കാം. അതെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. ഓക്കെ, സെറ്റ്. നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അല്ല, ഫസ്റ്റ് ഡേ ബെഡിൽ കിടന്നത് കഴിഞ്ഞു. ഓക്കെ, അല്ല, സെക്കൻഡ്, തേർഡോ, എത്രാമത്തെയാ? എത്രാമത്തെ? സെറ്റ്. ഇനി കിടന്ന് ഇങ്ങനെ എന്നിട്ട് പ്ലാങ്ക്. ഇനി ഇങ്ങനെ കാരണം ഇവിടെ നമുക്ക് ലാഡർ വരും. ഇങ്ങനെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇനി ഇവിടെ ഒരു കില്ലാടി വീഡിയോ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർക്കാനായിട്ടുള്ള ഒരു പണി കേട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് സബ് നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ഇനി വെറും 50 സബ് കൂടി മതി. 50 അല്ല, 45 സബ് കൂടി മതി. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ.